പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള തിരുവചന ഭാഗവും, വിശുദ്ധ യോഹന്നാന്റെ തന്നെ സുവിശേഷം 8-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള സുവിശേഷ ഭാഗവുമാണ്. ഇതിൻ്റെ പ്രധാന പ്രമേയം ഈശോ ഭണ്ഡാര സ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കെ ഉച്ചസ്വരത്തിൽ പറഞ്ഞ പ്രസ്താവനകളാണ്. 2 പ്രസ്താവനകളാണുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്. ഉച്ചസ്വരത്തിൽ അവിടുന്ന് പറയുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ പുറപ്പെടും. രണ്ടാമത്തെ പ്രസ്താവന ഇതാണ്. അവിടുന്ന് സ്വരമുയർത്തി പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല. ഈശോ ഈ പ്രസ്താവനകൾ നടത്തുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. യഹൂദരുടെ കൂടാര തിരുനാളാണ്. ഈ കൂടാര തിരുനാൾ യഹൂദരെ സംബന്ധിച്ച് പെസഹ തിരുനാൾ പോലെ തന്നെ പ്രാധാന്യമുള്ളതായിരുന്നു. യഹൂദര് മരുഭൂമിയിലൂടെ അരക്ഷിതരായി നടക്കുന്ന സമയത്ത് അവരുടെ ക്ലേശപൂർവമായ യാത്രകളുടെ ഇടയിൽ കൂടാരങ്ങൾ അടിച്ച് താമസിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ കൂടാര തിരുനാൾ ആഘോഷിക്കുന്നത്. കൂടാതെ അതിന് ദൈവശാസ്ത്രപരമായ മാനങ്ങളുമുണ്ട്. നമുക്ക് ഇവിടെ നിലനിൽക്കുന്ന ഭവനങ്ങളില്ല, നാം തീർത്ഥാടകരാണെന്നും നമ്മുടെ വാസസ്ഥലങ്ങളൊക്കെ കൂടാരങ്ങൾ പോലെയാണ് എന്നുമുള്ള ഒരു ധ്വനി കൂടി ഈ കൂടാര തിരുനാളിനുണ്ട്. ഇവിടെ 2 പ്രധാനപ്പെട്ട ആചാരങ്ങളാണ് നടത്തപ്പെടുന്നത് കൂടാര തിരുനാളിനോടനുബന്ധിച്ച്. ഒന്നാമത്തെ ആചാരം മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അവിടെ പറയുന്നു, വസന്തകാലത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ, മഴക്കാറ് അയക്കുന്നത് അവിടെ നിന്നാണ്. ആ ദിവസങ്ങളിൽ, കൂടാര തിരുനാൾ ദിവസങ്ങളിൽ, പുരോഹിതനും അനുചരന്മാരും കൂടി ഗീഹോൻ നദിയിലേക്ക് ഒരു യാത്ര നടത്തുന്നുണ്ട്, ഒരു പ്രദക്ഷിണം നടത്തുന്നുണ്ട്. ഈ പ്രദക്ഷിണത്തിന് മുന്നോടിയായിട്ട് പുരോഹിതൻ ഒരു സ്വർണ്ണ പാത്രത്തിൽ ജലം നിറയ്ക്കും. ഈ സമയത്ത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വാക്യങ്ങൾ ജനക്കൂട്ടം പറയും, കർത്താവിലാണ് എൻ്റെ രക്ഷ, രക്ഷയുടെ കിണറ്റിൽ നിന്ന് ഞാൻ ജലം കോരി കുടിക്കും. ഇത് ആലപിച്ചുകൊണ്ട് അവര് ഈ ജലകവാടത്തിനരികിൽ കൂടെ നടന്ന് ചുറ്റി ദേവാലയത്തിലേക്ക് തിരിച്ചെത്തും. ജനങ്ങളുടെ ഇടയിൽ വൃക്ഷശിഖരങ്ങളുണ്ട്. പുരോഹിതൻ ആ സമയത്ത് ജനങ്ങളുടെ മേൽ വിശുദ്ധ ജലം തളിക്കുകയാണ്. ഈ സമയത്താണ് ഈശോ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഈ ഭൂമി ജലത്തിനു വേണ്ടി, ദാഹജലത്തിനു വേണ്ടി ദാഹിച്ചിരിക്കുന്ന അവസ്ഥയാണ്. വേനൽക്കാലം അതിൻ്റെ രൂക്ഷതയിലാണ്. മനുഷ്യ ഹൃദയങ്ങളും അതുപോലെ ദാഹജലത്തിനു വേണ്ടി ക്ലേശിച്ച് കേഴ്ന്ന് ഇരിക്കുമ്പോഴാണ് ഈശോ ഇത് പറയുന്നത്. ഈശോയുടെ സൂചന നിത്യമായ ദാഹമാണ്. ആ ദാഹം ശമിപ്പിക്കാൻ എനിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഈശോ പറയുകയാണ്. രണ്ടാമത്തെ പ്രധാന ആചാരം ദീപം, ചിരാതുകൾ തെളിച്ചുള്ള പ്രദക്ഷിണമാണ്. പ്രത്യേകിച്ച് ജെറുസലേം ദേവാലയത്തിലെ സ്ത്രീകളുടെ തളത്തിനടുത്ത് 4 കൂറ്റൻ തൂണുകളുണ്ട്. ആ തൂണുകളിൽ മുഴുവൻ ചിരാതുകൾ തെളിച്ച് അപാരമായ ദിവ്യപ്രഭയാൽ ജെറുസലേം ദേവാലയം തിളങ്ങി നിൽക്കുക. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ജെറുസലേം ദേവാലയം മുഴുവൻ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന സമയത്താണ് ഈശോ സ്വരമുയർത്തി പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. ഇതാണ് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ പശ്ചാത്തലം. ഈശോയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പിന്നീട് സംഭവിക്കുന്നത്, ഫരിസേയർ പറയുന്നു, നീ നിനക്ക് തന്നെ സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം എങ്ങനെ സത്യമാകും? അപ്പോൾ ഈശോ പറയുന്നു, ഞാൻ എനിക്ക് തന്നെ സാക്ഷ്യം നൽകിയാലും അത് സത്യമാണ്, കാരണം പിതാവ് എൻ്റെ കൂടെയുണ്ട്. 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിലുണ്ടല്ലോ. എന്നിട്ട് ഈശോ പറയുന്നു, ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നും എങ്ങോട്ട് പോകുന്നുവെന്നും എനിക്കറിയാം. അതിനുശേഷം ഈശോ പറയുന്നു, നിങ്ങളുടെ വിധികൾ മാനുഷികമാണ്, എൻ്റെ വിധികൾ ദൈവികമാണ്. പ്രിയപ്പെട്ടവരെ,
ഈശോ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് പറയുന്നതിന് മുമ്പ് ഒരു സംഭവം നടക്കുന്നുണ്ട്. അത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കാര്യമാണ്. അവളെ കല്ലെറിഞ്ഞു കൊന്ന് അവളുടെ ജീവിതത്തിന്റെ മേൽ കരിനിഴ പരത്തി അവളുടെ പ്രകാശത്തെ നശിപ്പിച്ചു കളയാൻ തയ്യാറായി നിൽക്കുന്ന ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് അവളുടെ ജീവിതത്തിന്റെ മങ്ങിക്കത്തിപ്പോയി കരിന്തിരിയായി കെട്ടുപോകാമായിരുന്ന ആ വിളക്കിനെ ഉഗ്രമായ ശോഭയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവളുടെ മുഖത്ത് പ്രകാശം പരത്തിയ, അവളുടെ ജീവിതത്തിന്റെ ഇരുട്ടിനെ മാറ്റിക്കളഞ്ഞ മഹത്തായ ആ കർമ്മം, ലോകം കേട്ട ഏറ്റവും മഹത്തായ വിധി, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ അതുല്യമായ ആ വിധി നടത്തിയിട്ടാണ് ഈശോ നിൽക്കുന്നത്. അപ്പോഴാണ് ഈശോ പറയുന്നത്, ഞാനാണ് ലോകത്തിന്റെ പ്രകാശം, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കിതിൻ്റെ പ്രായോഗിക പാഠങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ പാഠം ഇത് തന്നെയാണ്. ഞാനും നിങ്ങളും നമ്മളൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്നവരാണോ? നമ്മൾ എത്രയെല്ലാം ജീവിതങ്ങൾക്ക് പ്രകാശം നൽകിയിട്ടുണ്ട്. നോക്കുക പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിൽ, അഭ്യസ്ത വിദ്യരുടെ നാട് എന്ന് പറയുന്ന ഈ കേരളത്തിൽ മറ്റുള്ളവർ കേൾക്കാൻ സമയമില്ലാത്തതിനാൽ, അവരുടെ മാനസിക ക്ലേശങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയാത്തതിനാൽ കഴിഞ്ഞ വർഷം നടന്ന ആത്മഹത്യകൾ 10,800 ഒരു ദിവസം മിനിമം 25 ആത്മഹത്യകൾ കേരളത്തിൽ നടക്കുന്നു. മറ്റുള്ളവർ കേൾക്കാൻ തയ്യാറാകാത്തതിനാൽ, അല്ലെങ്കിൽ ഈ ഇരുളുവീണ്ട ജീവിതങ്ങളിലേക്ക് പ്രകാശം പരത്താൻ കഴിയാതെ പോയതിനാൽ ആകാം. വിഷാദമുഖരായി ഡിപ്രഷനിലേക്കൊക്കെ പോയ മനുഷ്യർ 2025 ആരംഭിച്ച് 2 മാസം കഴിയുമ്പോൾ 1800 ആത്മഹത്യകൾ നടന്നു കഴിഞ്ഞു. ടി പത്മനാഭന്റെ പ്രസിദ്ധമായ ഒരു കഥയുണ്ടല്ലോ, പ്രകാശം പരത്തുന്ന പെൺകുട്ടി. ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു യുവാവ് ഈ കൊച്ചു പെൺകുട്ടിയുടെ സ്നേഹോഷ്മളമായ പെരുമാറ്റം കണ്ട്, അവളുടെ മുഖത്തെ ആ പ്രകാശം കണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന സംഭവം. നമ്മുടെ ഈ കാലം, പക്ഷേ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇരുട്ട് പരത്തുന്നവരാണോ? നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലം, പ്രത്യേകിച്ച് കേരള സാഹചര്യം, ഇരുട്ട് പരത്തുന്ന ഒരു സാഹചര്യം, ഒരു വല്ലാത്ത ഒരവസ്ഥയാണ്. എല്ലാ രംഗങ്ങളിലും ഇരുട്ട് പരക്കുകയാണ്. ലഹരിയുടെ ഇരുട്ട്, സിനിമകൾ നോക്കൂ, നമ്മുടെ പല സിനിമകൾ ഇപ്പോൾ ഇറങ്ങി, എമ്പുരാൻ ഉൾപ്പെടെയുള്ള സിനിമ, അതിനു മുമ്പ് മാർക്കോ, ഈ വയലൻസിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് നോക്കൂ, ഡാർക്കാണ്, ഇരുട്ടാണ്, അന്ധകാരമാണ്, പൈശാചികതയാണ്, വയലൻസ് ആണ്. കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖമായ കോളേജിന്റെ ഒരു മാനേജ്മെന്റ് ഫെസ്റ്റിന്റെ ബ്രോഷർ അയച്ചു തന്നപ്പം മുഴുവൻ ഇരുട്ട് പശ്ചാത്തലം, കറുത്ത പശ്ചാത്തലത്തിലാണ്. ഞാൻ അവിടുത്തെ ഒരു അധ്യാപകനെ വിളിച്ചു ചോദിച്ചു, ഇത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ഡാർക്ക് എന്നുള്ളത് ഇപ്പോ യുവജനങ്ങളുടെ മനസ്സിലേക്ക് പടർന്നു കയറുന്ന ഒരു ചിന്തയാണ്. ഒരു സ്ഥലത്ത് കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കൊടി, അത് കരിങ്കൊടിയാണ്. IS കൊടി കരിങ്കൊടി. അത് കണ്ടിട്ട് ഒരാള് ചോദിച്ചു, അത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചു, ഇതെന്താണ് IS കൊടി ഈ പിള്ളേരെടുത്തിരിക്കുന്നത്? ഇരുട്ട്, വയലൻസ്, പൈശാചികത. ഡെവിൾ ഈസ് ബാക്ക് എന്നാണല്ലോ ചില സിനിമകളുടേത്. ദ മോസ്റ്റ് വയലന്റ് ഫിലിം എന്നാണല്ലോ മർക്കോ സിനിമയുടെ ഇറങ്ങി. ഇങ്ങനെ ഒരു സ്ഥലത്ത് ക്ലാസ്സിൽ ചെന്നപ്പോൾ നോക്കുമ്പോൾ 3-4 ട്യൂബ് ലൈറ്റ് ഉള്ള ആ ക്ലാസ്സിലുള്ളത്, ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ അധ്യാപകൻ കാണുന്നത് ഒരു ലൈറ്റും തെളിക്കാതെ PG വിദ്യാർത്ഥികൾ ഇരിക്കുകയാണ്. ഇരുട്ടിനെ സ്നേഹിക്കുന്ന, അങ്ങനെയുള്ള പൈശാചികതയെ സ്നേഹിക്കുന്ന, വയലൻസിനെ സ്നേഹിക്കുന്ന, പിക്നിക്കിന് പോകുന്ന സമയത്ത് 14 വയസ്സുള്ള കുട്ടി പറയുകയാണ്, മാർക്കോ സിനിമ ഇടണം എന്ന് പറയുകയാണ്. നോക്കുക, ഗർഭിണിയുടെ വയറ് കുത്തിക്കീറി ഭ്രൂണ എടുത്തിട്ട് കാലി ചുറ്റിയ പ്രാകൃതമായ, അതിനിഷ്ഠൂരമായ, നികൃഷ്ടമായ സംഭവം നടന്ന ആ സിനിമ കാണണമെന്ന്, വീണ്ടും കാണണമെന്ന് ആ പയ്യനൊന്ന് കണ്ടുവെന്ന് ആ പയ്യൻ പറയുകയാണ്. അങ്ങനെ ഒരു സംസ്കാരം കൂടി വരുന്നു. ഇരുട്ട് പരത്തുന്ന സംസ്കാരങ്ങളുടെ നടുവിൽ പ്രകാശം, പ്രതീക്ഷ, പ്രത്യാശ. ഞാൻ ഓർക്കുന്നത് ഈ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി അച്ഛൻ്റെ, ചങ്ങനാശ്ശേരിക്കാരൻ, അദ്ദേഹത്തിൻ്റെ പ്രത്യാശ എന്ന് പറയുന്ന ആ ഒരു ഇതാണ്, ആ ട്രസ്റ്റ് രൂപീകരിച്ച് എത്രയോ
മനുഷ്യരുടെ ജീവിതങ്ങളിലാണ്. അവയവങ്ങൾ മാറ്റിവെക്ക ശസ്ത്രക്രിയ ഉൾപ്പെടെ അദ്ദേഹം ചെയ്ത ആ വലിയ സേവനങ്ങൾ. നമ്മൾ പ്രകാശം പരത്തുന്നവരാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അടുത്ത ചോദ്യം ഇതാണ്. ഈശോ പറയുന്നു, ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. നമ്മുടെ അസ്തിത്വങ്ങളെക്കുറിച്ച്, നമ്മുടെ ദൗത്യങ്ങളെക്കുറിച്ച് ശരിയായ ബോധമുള്ളവരാണോ നമ്മൾ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നത് ഒരു കോളേജിൻ്റെ ചെയർമാനാണ്, അന്യമതസ്ഥനാണ്, വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. അപ്പോൾ അവന് സെൻഡ് ഓഫ് മീറ്റിങ്ങിൽ അവൻ പറയുകയാണ്, ആ കോളേജിലെ ഒരു അധ്യാപകനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അവൻ പറയുന്നു, എൻ്റെ മനസ്സിൽ എപ്പോഴൊക്കെ സങ്കടങ്ങൾ ഉണ്ടാകുന്നുവോ അപ്പോഴൊക്കെ ഞാൻ ആ അധ്യാപകൻ്റെ പേര് പറഞ്ഞിട്ട് ആ അധ്യാപകൻ്റെ മുറിയുടെ വാതിൽക്കൽ വന്ന് നിൽക്കുമായിരുന്നു. എനിക്ക് വലിയ ആശ്വാസമായിരുന്നു. എൻ്റെ മുഖത്തെ എല്ലാ സങ്കടങ്ങളും മാറിപ്പോവായിരുന്നു. അധ്യാപകൻ അവിടെ ഇല്ല എന്നറിഞ്ഞാൽ പോലും എനിക്ക് ആ മുറിയുടെ വാതിൽക്കൽ ചെന്ന് നിൽക്കുന്ന വലിയ ആശ്വാസമായിരുന്നു. അപ്പോൾ അത്രമാത്രം പ്രതീക്ഷയും പ്രകാശവും തന്ന ഒരു അധ്യാപകനെ ഞാൻ ഓർക്കുന്നു എന്ന് അവൻ പറയുകയാണ്. മറ്റൊരു സന്ദർഭം ഇതാണ്. പത്രങ്ങളിലൊക്കെ വന്ന ഒരു വാർത്തയാണ്. ഒരു അംഗപരിമിതരുടെ ഒരു എക്സിബിഷൻ നടക്കുകയാണ്, ഒരു മത്സരമാണ്. അവിടെ ഒരു പെൺകുഞ്ഞ്, അവൾക്ക് ഞാനിത് ചെയ്താൽ വിജയിക്കുമോ എന്നറിയാൻ മേലാതെ അവളിങ്ങനെ ഭയന്ന് ആശങ്കാകുലയായിട്ട് നിൽക്കുമ്പോൾ 2 സിസ്റ്റേഴ്സ് അടുത്ത് വന്നിട്ട്, മോളെ നീ ജയിക്കും എന്ന് പറഞ്ഞ് അവളെ ശക്തിപ്പെടുത്തി ആ എക്സിബിഷൻ ഇത് പൂർത്തിയാക്കുകയും അവൾ വിജയം നേടുകയും ചെയ്യാണ്. പത്രപ്രവർത്തകർ അത് വാർത്തയാക്കി, ചാനലുകൾ അത് വാർത്തയാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുയായികളായിട്ട് നമ്മുടെ അടുത്ത് സങ്കടവും ദുഃഖവുമായിട്ട് വരുന്ന ആൾക്കാരെ കൂടുതൽ സങ്കടത്തിലേക്ക് നയിക്കുന്ന രീതി നമ്മുടെ ഇടയിൽ നിന്നുണ്ടാകുന്നുണ്ട്. അത് കുടുംബങ്ങളിലാണെങ്കിലും സമൂഹങ്ങളിലാണെങ്കിലും അധികാര കേന്ദ്രങ്ങളിലാണെങ്കിലും നമ്മൾ മറ്റുള്ളവരെ കൂടുതൽ വിഷാദത്തിലേക്ക് തള്ളിവിടുന്നുണ്ടോ? നമ്മുടെ പ്രവർത്തികൾ കാരണം നമ്മൾ മറ്റുള്ളവരെ കേൾക്കാതെ പോകുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന, നമ്മൾ ഒരാൾക്കെതിരെ ശിക്ഷണ നടപടിയെടുത്താലും അതിൽ അവരെ കേൾക്കാതെ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ഇടയ്ക്കും കണ്ടല്ലോ, നമ്മുടെ ഈ ബ്യൂറോക്രസിയുടെയൊക്കെ ഏറ്റവും വലിയ താമരശ്ശേരിയിൽ ഒരു അധ്യാപിക ആത്മഹത്യ ചെയ്ത്, അത് കഴിഞ്ഞ ദിവസം വന്നിട്ട് ഗവൺമെൻറ് ഓർഡർ വരികയാണ്. മാസങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം അവർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തുകൊണ്ട്, താൽക്കാലിക വേതനം ഒക്കെ കൊടുത്തുകൊണ്ട്. നോക്കുക, ഇത്രയും ക്രൂരമായ രീതിയിൽ ഗവൺമെൻറ് സംവിധാനങ്ങളും എല്ലാം പോകുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുകൾ അങ്ങനെ മാറുമ്പോൾ, ഈശോയുടെ പ്രകാശമാണ്, സുവിശേഷത്തിൻ്റെ വെളിച്ചമാണ് യഥാർത്ഥത്തിൽ ലോകത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നത്. മറ്റുള്ളവരുടെ മനസ്സുകളിലേക്ക്, ചുറ്റുമുള്ളവരിലേക്ക്. വഴിയച്ഛൻ്റെ കഴിഞ്ഞ ദിവസം മന്ത്രി വാസവൻ ഉൾപ്പെടെ പറഞ്ഞല്ലോ, എത്രയോ സ്ഥലങ്ങളിലേക്കാണ് വഴിവെട്ടി, ധൈര്യപൂർവ്വം വഴിവെട്ടി ആ പ്രദേശങ്ങളിലെ ആളുകളുടെ ദുരിത ജീവിതത്തിൽ നിന്ന് അവർക്ക് മോചനം നൽകിയത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അത് കുടുംബങ്ങളിൽ നിന്ന്, മറ്റുള്ള സ്ഥലങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഒക്കെ എന്താണ് നിന്റെ മുഖം വിഷാദിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. Subscribe now and press the bell icon. Never miss an update.